ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ച് ഇന്ന് അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. എടി, ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, മുഖത്തേക്ക് തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. കഴിഞ്ഞ ദിവസമാണ് BDS പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് അയച്ച ഒരു കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിയത്. നമ്മളതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടു. ഇന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം എത്തിച്ചപ്പോൾ ID കാർഡൊക്കെ പൊക്കി പിടിച്ച് അച്ഛൻ ചോദിക്കുന്നുണ്ട്, പഠിക്കാൻ വിട്ട എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ എത്തിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് പിഴച്ചത്? സിസ്റ്റമാണോ, സൊസൈറ്റിയാണോ, അതോ ഈ കുഞ്ഞിന് നേർവഴി കാട്ടും, ഈ കുഞ്ഞിനെ മെൻഡ് ചെയ്ത് നല്ലൊരു നിലയിലെത്തിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ടീച്ചേഴ്സാണോ? എവിടെയാണ് പിഴച്ചത്? പിഴച്ചത് നമ്മൾ പ്രബുദ്ധ മലയാളികൾക്കാണ്. എല്ലാം അവസാനിച്ചു എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ നമുക്ക് നേടിത്തന്നിട്ടുള്ള വർണ്ണവിവേചനം, ജാതി വിവേചനം, ഇതൊക്കെ അവസാനിച്ച് എല്ലാവരും സമത്വത്തോടു കൂടി ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ അങ്ങനൊന്നും അല്ല. ഇപ്പോഴും ഒരു പറ്റം എന്താ പറയുന്ന ജാതി വെറി പൂണ്ട മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ വൈകുന്നേരം ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ച നിതിൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി. കാരണം അതൊരു നോവാണ്, തീരാത്തൊരു വേദനയാണ്. നമ്മളൊക്കെ പണ്ട് തൊട്ട് നമ്മുടെ കുഞ്ഞുനാൾ തൊട്ട്, ഇപ്പം മേഘയാണെങ്കിലും ഞാനാണെങ്കിലും കുഞ്ഞുനാൾ തൊട്ട് കേട്ട് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ട് വന്നിട്ടുള്ള ഒരു വാക്കാണ് മാതാപിതാ ഗുരു ദൈവം. അച്ഛനും അമ്മയും ഗുരുവുമാണ് ദൈവത്തിന് തുല്യരെന്നാണ് അതിനർത്ഥം. അല്ലാതെ മാതാവ് പിതാവ് ഗുരു ദൈവം എന്നല്ല. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് തുല്യരാണ്. കാരണം നമുക്ക് കണ്ട 3 ദൈവങ്ങൾ അവർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കല്ലിൽ കൊത്തിയ ബിംബങ്ങളാണ്. അമ്പലത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന കല്ലിൽ കുത്തിയ ബിംബങ്ങളിലല്ല ദൈവം ഉള്ളത്, അല്ലെങ്കിൽ പള്ളിയിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട കർത്താവിൻ്റെ രൂപത്തിലല്ല ദൈവം ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ശാന്തമായി സമാധാനമായി പോയിരിക്കുവാൻ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് സ്വയം തിരിച്ചറിയുവാനായിട്ട് സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം എന്ന് മാത്രമേ അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതിനുള്ളിലല്ല ദൈവം ഉള്ളത്. നമുക്ക് ജന്മം തന്ന അച്ഛൻ, നമ്മളെ 10 മാസം ചുവന്ന് പ്രസവിച്ച അമ്മ, നമുക്ക് അറിവ് പകർന്നു തന്ന ഗുരുനാഥൻ, അവർ 3 പേരാണ് നമ്മുടെ ദൈവങ്ങൾ. അവരാണ് ഈ ഭൂമിയിലെ ദൈവങ്ങൾ. പക്ഷെ ഇവിടെ ദൈവങ്ങൾ കാലന്മാരായി മാറിയ കാഴ്ചക്കാണ് ഇന്നലെ നമ്മുടെ കേരളം സാക്ഷിയായത്. ഇത് കഷ്ടമാണ്. കുട്ടിയുടെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിദ്യാർത്ഥികളെല്ലാം തന്നെ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ വരെ മെൻറ്റ് ചെയ്തെടുക്കാൻ, അവരുടെ ഉള്ളിൽ കുറേ ക്വാളിറ്റീസ് നിറച്ചെടുക്കാൻ ഈ മാതാപിതാക്കളെക്കാളും സമയം കിട്ടുന്നതും സാഹചര്യമുള്ളതും അധ്യാപകർക്കാണ്. അവർക്ക് എന്തെല്ലാം പറഞ്ഞു കൊടുക്കാം, നല്ല വഴി കാണിച്ചു. നമ്മളൊക്കെ പറയില്ലേ, നമ്മൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ വെച്ചൊക്കെ എന്ത് പഠിച്ചു എന്ന് നമ്മൾ ചോദിക്കില്ലേ. അതുപോലെ നമുക്ക് കുറേ ക്വാളിറ്റീസ്, നമുക്ക് ഒരു മൊറാലിറ്റി ഉണ്ടാക്കി തരാനൊക്കെ ഈ ടീച്ചേഴ്സിന് സാധിക്കുമായിരുന്നു. പക്ഷെ ചെയ്തിട്ടില്ല. നമ്മൾ ഈ വാഴ സിനിമ കണ്ടിട്ട് അതിനകത്ത് ആ ടീച്ചേഴ്സിനെ കണ്ടില്ലേ, ഇവളുമാരൊക്കെ വരുന്നത് എന്തിനാന്ന് അറിയാമെന്നൊക്കെ പറയുന്ന ആ ഒരു റീലൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ കമന്റ്സിൽ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്, എൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ടീച്ചർ, എല്ലാ സ്കൂളിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിൽ 1-2 ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടികളുടെ മൊറാലിറ്റി നന്നാക്കിയെടുക്കണം, അവർക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കണം, കുറച്ച് സ്കിൽസ് പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അധ്യാപകർ ഭയങ്കര കുറവാണ്. അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഞാനും ഒരു അധ്യാപകനായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ലോകത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അധ്യാപനമാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരച്ഛനായി അല്ലെങ്കിൽ ഒരു അമ്മയായി ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ്. ഒരു അച്ഛൻ അമ്മ അവരായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പറ്റം കുഞ്ഞുങ്ങൾക്ക് ഒരു രക്ഷകർത്താവായി അല്ലെങ്കിൽ അവരെ നേർവഴി കാണിച്ചു കൊടുക്കാൻ, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതൊരു അധ്യാപകന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു അധ്യാപകന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ആനന്ദമാണ്, ഒരു വികാരമാണത്. പറയുമ്പോൾ കണ്ണു നിറയുന്നുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്നൊരു കുട്ടി നമ്മളെ വിട്ട് പോകുമ്പോൾ ഒരു അധ്യാപകൻ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അവൻ്റെ ഹൃദയം വിങ്ങുന്നൊരു വേദനയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവനെ നമ്മൾ വഴക്ക് പറയാറുണ്ട്,
അവനെ ശാസിക്കാറുണ്ട്, അവനെ സ്നേഹിക്കാറുണ്ട്. ഒരു കുഞ്ഞായിട്ടാണ് തന്നെയാണ് അവനെ സ്നേഹിക്കുന്നത്. അവൻ നാളെ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ വന്ന് നിൽക്കുന്ന ഒരു അവസരമുണ്ട്. ആ ഒരു അവസരത്തിൽ ഞാൻ മൂലം അവൻ ഇന്ന് അവിടെ എത്തിയല്ലോ എന്നുള്ളത് ഒരു അധ്യാപകന് ഏറ്റവും പ്രൗഡ് മൊമെൻ്റാണ്. പക്ഷേ നമ്മൾ കുറെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പല കുട്ടികൾക്കും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വലിയ ട്രോമയാണ്. ഇതിനുള്ള കാരണമാണ് ഈ പറഞ്ഞ കണ്ണൂരിൽ മരിച്ച കുഞ്ഞിന്റെ കഥ. എല്ലാ ടീച്ചേഴ്സും ട്രോമയല്ല, കാരണം അത് മനസ്സിലാക്കണം. എല്ലാ ടീച്ചേഴ്സും ട്രോമയല്ല. ഒട്ടുമിക്ക എല്ലാ ടീച്ചേഴ്സും എനിക്ക് തോന്നുന്നു ഒരു 95% അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ലൈഫിൽ ഒരിക്കലെങ്കിലും ടീച്ചേഴ്സിൽ നിന്ന് ട്രോമ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, ഞാൻ മോശമാണെന്ന് പറയുന്നില്ല, എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്, എനിക്കത് അറിയാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഒരു സ്കൂളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ, ഒരു അധ്യാപകനായിട്ട് നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പല മുഖങ്ങളാണ്. അവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം ബഹുജനം പലവിധം എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന പല തരക്കാരെ ഒരുമിച്ച് നിർത്തി അവരെല്ലാവരെയും നമ്മുടെ ഒരു മീറ്ററിലേക്ക് കൊണ്ടുവന്ന് അവരുമായി സംവദിച്ച്, അവരുമായി ചിരിച്ച് കളിച്ച്, ദേഷ്യപ്പെടേണ്ട അടുത്ത് മാത്രം ദേഷ്യപ്പെട്ട്, എന്നാൽ അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടല്ല. അല്ലാതെ ഈ പുഴുത്ത പട്ടി എന്നൊന്നും ഒരു വിദ്യാർത്ഥിയെ വിളിക്കാൻ പാടില്ല. സ്വന്തം കുടുംബത്ത് സ്വന്തം മകനെ നോക്കി ഒരച്ഛൻ പുഴുത്ത പട്ടി എന്ന് പറയും, ഒരിക്കലും പറയില്ല. ഒരച്ഛനാണ്, അതെ, അധ്യാപകന്റെ ഒരു അച്ഛനാണ്. ആ കുഞ്ഞിന്റെ, ഈ നിതിൻ രാജ് എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ ഓഡിയോ നമ്മൾ കുറച്ച് നേരത്തെ മുൻപ് കേട്ടു. ഞാനത് മുഴുവൻ പറയാം, അമ്മയുടെ സർജറിയെ കളിയാക്കി, ഞാൻ കുറെ ഇൻസൾട്ട് സഹിച്ചു, എന്നിട്ട് എൻ്റെ 3 മാർക്ക് കുറച്ചിട്ട് ടീച്ചർ പറയാണ് ഇത് നിന്റെ അച്ഛനമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു. മേഘ, ഒരു ക്ലാസ്സിലേക്ക് ഒരു വിദ്യാർത്ഥിയെ കൊണ്ടാക്കുമ്പോൾ ഒരു മാതാപിതാക്കൾ അധ്യാപകനോട് പറയുന്നൊരു വാക്കുണ്ട്, സാർ ഇവനെ ഒന്ന് നന്നാക്കി തരണം, ഇവനെ ഒന്ന് സാറൊന്ന് ശ്രദ്ധിക്കണം. അത് അവർക്കൊരു വിശ്വാസമാണ്. അവരെ നല്ല വഴിക്ക് കൊണ്ടുപോകും, അവനെ നല്ല രീതിക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇവിടെ ഹനിക്കപ്പെട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിന് മാത്രമല്ല, അധ്യാപക സമൂഹത്തിന് തന്നെ ഒരു പുഴുക്കുത്താണ് ഈ അധ്യാപകർ. അവർ പറയുന്നുണ്ട് സ്റ്റാഫ് റൂമുകൾ അവർക്ക് പീഡിപ്പിക്കാനുള്ള മുറികളാണ്, കൂത്തരങ്ങാണ് അവർക്ക് പീഡിപ്പിക്കാനായിട്ടുള്ള. മേഘ, സ്റ്റാഫ് റൂമിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ ആ സ്റ്റാഫ് റൂമിൽ നിർത്തി മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനൊരു ട്രോമ ഉണ്ടാക്കാത്ത രീതിയിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടാണ് നമ്മൾ സ്റ്റാഫ് റൂമിലേക്ക് ഒരു അധ്യാപകൻ വിളിക്കുന്നത്. അവിടെ അധ്യാപകൻ വിദ്യാർത്ഥി എന്നതിലുപരി ഒരു പിതാവും ഒരു പുത്രനും എന്നുള്ള ഒരു മീറ്ററിലേക്ക് ഈ പറയുന്ന വിദ്യാർത്ഥിയും അധ്യാപകനും വരുന്നൊരു നിമിഷമാണ് സ്റ്റാഫ് റൂം. അവിടെ വെച്ച് പണ്ട് കാലത്ത് ഒരു 2000 മുൻപ് വരെയൊക്കെ ഈ ചൂരൽ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ സ്റ്റാഫ് റൂമിൽ വെച്ചൊക്കെ അടിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അതിന് ശേഷം അതിനുള്ളിൽ വെച്ചിട്ട് അവനോട് പറയാറുണ്ട്, ചിലപ്പോൾ ദേഷ്യപ്പെടും, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെടുമ്പോൾ അവനുണ്ടാകുന്നൊരു വേദനയുണ്ട്. അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശിക്ഷിക്കുന്നത് കൊണ്ട് ഒരു നല്ല വിദ്യാർത്ഥിയെ വാർത്തെടുക്കുക അല്ല ഒരു അധ്യാപകൻ ചെയ്യുന്നതെന്ന് ഈ അധ്യാപക സമൂഹം മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവമാനിക്കപ്പെടുമ്പോൾ അവനൊരു ഗുണ്ടയായി അവിടെ മാറുകയാണ്, അല്ലെങ്കിൽ അവനൊരു വൃത്തികെട്ടവനായി അവിടെ മാറുകയാണ്. അതേസമയത്ത് അവനെ മാറ്റി നിർത്തി പറയുകയാണ്, എടാ നീ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, നിനക്കൊരു ഭാവിയില്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ മെന്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവന്റെ ജാതി ആയിരുന്നു. അതെ, 2-3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് മേഘ. 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ കോളേജിന്റെ ആധികാരികതയെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായിട്ട് തന്നെ അന്വേഷിക്കണമെന്ന് പറയാൻ കാരണമുണ്ട്. ഈ മാതാപിതാക്കൾ ഈ മകന്റെ മരണവിവരം അറിയുന്നത് ചാനൽ ന്യൂസിലൂടെയാണ്. ഈ വിദ്യാർത്ഥി മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത് ചാനൽ ന്യൂസിലൂടെയാണ്. അതിനുശേഷം അത് കണ്ട് സ്കൂളിലേക്ക് വിളിക്കുന്ന ഈ സമയത്ത് മാതാപിതാക്കളോട് ഒന്നും വിട്ടു പറയാനായിട്ട് ഈ സ്കൂൾ പ്രിൻസിപ്പൽ തയ്യാറായിട്ടില്ല. കോളേജ് പ്രിൻസിപ്പൽ ലാസ്റ്റ് ഇവർ പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേട്ടോ, അവൻ ഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് വീണു. എത്ര ക്രൂരമായിട്ടാണ് ആ ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നത്. അവരോട് പറയാം, ഒന്നുമില്ല, നിങ്ങൾ ഇനി വാ, ചെറിയ പരിക്കേ ഉള്ളൂ. അവർക്കൊരു ആശ്വാസമാണ്. ഒരു അച്ഛൻ്റെ അമ്മയുടെ മുഖത്തേക്ക് പറയാണ്, നിങ്ങൾക്ക് സഹിക്കാമെന്നുണ്ടെങ്കിൽ സഹിച്ചോ, അവൻ ഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് വീണു. ധാർഷ്ട്യമാണ്, മനസ്സിലായോ? അതുപോലെ ഇപ്പോഴും അതില് ഇൻവോൾവ് ആയിട്ടുള്ള 2 അധ്യാപകരുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് സംഗീത, പിന്നെ മറ്റൊരു പേര് ഞാൻ റാം എന്ന് പറയുന്ന ആ വ്യക്തികൾ ആരാണ് എന്നറിയില്ല, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഈ ഓഡിയോ മെസ്സേജുകളിലെല്ലാം വ്യക്തമാണ്. എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ, ഈ നിമിഷം എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജാതി, വർണ്ണം, ഇത് രണ്ടുമായിരുന്നു ഇവരുടെ പ്രശ്നം. ഈ റാമിൻ്റെയും സംഗീതയുടെയും പ്രശ്നം. അല്ലെങ്കിൽ വേറെ അധ്യാപകരുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു കോളേജിലോ ഒരു സ്കൂളിലോ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തതുപോലെ ഇവരുടെ ഡിഗ്രികൾ മുഴുവൻ ക്യാൻസൽ ചെയ്യുക, ഇവരെ ഡിബാർ ചെയ്യുക, അതുപോലെ തന്നെ ഇവരെ ബ്ലാക്ക് ലിസ്റ്റഡ് ആക്കുക. ഇനി ഇവരൊരു ട്യൂഷൻ പോലും എടുക്കാൻ പറ്റുകയില്ലാത്ത രീതിയിലേക്ക് വരെ മാറണം. എൻ്റെ സംശയം അതല്ല, അതിലേക്ക് ഞാൻ വരികയാണ്. അതിനിടയ്ക്കാണ് ഈ ഒരു ഇത് കയറി വന്നത്. ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ ഞാൻ ഇന്ന് അത്ര ഓക്കെ അല്ല. കാരണം ഈ ഒരു ഓഡിയോയും കൂടെ കേട്ടപ്പോഴേക്കും മൊത്തത്തിൽ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ്. അതായത് എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, ഇവർ ജാതി വർണ്ണം എന്നും പറഞ്ഞ് ഈ പയ്യനെ മാറ്റി നിർത്തുന്നു. നാളെ ഇവനോ ഇവളോ പോകുമ്പോൾ അങ്ങനെ തന്നെ പറയണം,
അവരെ പേരെടുത്ത് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തവരാണ്. ഇവനോളം നാളെ പോകുമ്പോൾ ഒരു വണ്ടി തട്ടുകയോ അല്ലെങ്കിൽ ഒരു കുഴി വീഴുകയോ എന്തെങ്കിലും ചെയ്ത് ഇവർക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണ്ട ഒരു സാഹചര്യത്തിൽ ഇവരൊരു ബ്രാഹ്മണൻ്റെയോ അല്ലെങ്കിൽ ഒരു നായരുടെയോ അല്ലെങ്കിൽ ഒരു മേനോൻ്റെയോ ബ്ലഡ് മാത്രമേ ഇവർ സ്വീകരിക്കുകയുള്ളൂ. ആ സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരുടെയും ചോരയ്ക്ക് ഒരേ നിറം തന്നെയാണ് മേഘ. അല്ലാതെ നായരുടെ ചോരയിൽ സ്വർണത്തിൻ്റെ തരിയൊന്നുമില്ല. ഈ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജാതി വിവേചനം ഇല്ല എന്ന് പറയുന്ന മനുഷ്യരെയാണ്. ഇന്നുണ്ട്. ജാതി വിവേചനമില്ല. ഞങ്ങളുടെ നാട്ടിലില്ല. എന്റെ നാട്ടിലുണ്ട്. ഞാൻ പറയാം, കോട്ടയത്ത് എന്റെ നാട്ടിലുണ്ട്. അക്ഷര നഗരിയാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കോട്ടയം. ആ കോട്ടയം ജില്ലയിൽ ഇന്നും ജാതി വിവേചനമുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ മുൻപ് ഒരു നല്ല ജോലിക്ക് മുമ്പ്, ഈ പറയുന്ന അധ്യാപന ജോലിക്ക് പോകുന്നതിനൊക്കെ മുൻപ് ഞാൻ കേബിൾ ടി വിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന ഞങ്ങളുടെ പിരിവുകാരൻ ഒരു ക്രിസ്ത്യൻ യുവാവാണ്. അയാളെ മതിലിന് പുറത്ത് നിന്ന് ബില്ല് കൊടുക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. ഒരു നായർ കുടുംബം ഉണ്ടായിരുന്നു. ബുധനാഴ്ചയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ വീടിന്റെ മുറ്റത്ത് കയറാൻ സമ്മതിക്കില്ല. ഇന്നും ഈ 2026 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നും അതുപോലെ തന്നെ പറമ്പിൽ പണിയാൻ വരുന്നവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്ന എത്ര വീടുകളുണ്ടെന്നറിയോ? എൻ്റെ നാട്ടിൽ തന്നെ അവർക്ക് ചില്ല് ഗ്ലാസ്, പറമ്പിൽ പണിയാൻ വരുന്നവർക്ക് സ്റ്റീൽ ഗ്ലാസ്, എന്നിട്ട് വെള്ളം കൊടുക്കില്ല. പുറത്ത് പൈപ്പ് കൊണ്ട് പോയി കുടിച്ചോ എന്ന് പറയുന്ന കുടുംബങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണവും ഒരു നേരത്തെ വെള്ളവും ആർക്കും തടുത്തു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല മേഘ. അതുപോലെ തന്നെ ഈ പറയുന്ന വായു, ഇതൊന്നും തടുത്തു നിർത്താൻ പറ്റുന്നതല്ല. സഞ്ചാര സ്വാതന്ത്ര്യം, അത് തടുത്തു നിർത്താൻ പറ്റുന്നതല്ല. പിന്നെ എന്താണ് ഒരു ഇത് പറയുന്നത്? ഞാൻ ജാതി പറയുകയല്ല, ഞാൻ ഒരു നായർ യുവാവാണ്, ഞാൻ നായരാണ്. പക്ഷെ എൻ്റെ തൊലി കറുത്തിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു ജാതിയാവുമോ? ഞാൻ കറുത്ത നിറമുള്ളവനാണ്. കറുപ്പും വെളുപ്പും നമ്മുടെ ജീൻ അനുസരിച്ചിട്ടാണ് വരുന്നത്, അല്ലാതെ അതുകൊണ്ടല്ല ജാതി ഇളക്കുന്നത്. പിന്നെ ഈ ജാതി എന്ന് പറയുന്നത് എന്താണ്? ഒരുത്തിന് സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള കുറെ പേരാണ് ഈ പറയുന്ന നായര്, മേനോന്, അതും ഇതുമല്ല. മനസ്സിലായോ? നമ്പൂരി, ഇതെല്ലാം. അല്ലാതെ ഒരുമിച്ച് ഒരു 10 എണ്ണത്തെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന താഴ്ന്ന ജാതിയിലും ഈ പറയുന്ന ഉയർന്ന ജാതിയെക്കാട്ടി നല്ല നിറമുള്ളവന്മാരുണ്ട്, നല്ല ഭംഗിയുള്ളവന്മാരുണ്ട്. അതുകൊണ്ട് ജാതി മതമൊക്കെ വെച്ചിട്ടാണ് ഇവരൊക്കെ പഠിപ്പിക്കാൻ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തെരുവിലിട്ട് ചവിട്ടി കൂടണമെന്ന് മാത്രം പറഞ്ഞ വിവേചനം എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും ഉണ്ട്. കുറഞ്ഞു എന്ന് പറയുന്ന കുറെ മനുഷ്യരുണ്ട്. പക്ഷെ ഇതൊന്നും കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അതൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കറുപ്പൊരു പ്രശ്നമാണോ? കറുപ്പൊരു പ്രശ്നമല്ല. വെളുത്തിരിക്കുന്നത് നല്ല കാര്യമാണോ? അത് പ്രത്യേകിച്ച് നല്ല കാര്യമൊന്നുമല്ല. ശരിക്കും മേഘ, സീരിയസ്ലി ഞാൻ പറയാം, എനിക്കൊരു ട്രോമയുണ്ട്. ഇത് കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. എനിക്കൊരു ട്രോമയുണ്ട്. എനിക്കൊരു ട്രോമ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ നല്ല വെളുത്തൊരു സ്ത്രീയാണ്. നല്ല വെളുത്തിലാണ് എൻ്റെ അമ്മ. എൻ്റെ അച്ഛനും നല്ല നിറമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇരുനിറവാണ്. അതായത് മാനിറം എന്നൊക്കെ പറയുന്നൊരു നിറവാണ്. എൻ്റെ അമ്മയുടെ സഹോദരി എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഒരു ഗീത എന്നാണ്, അവർ ഗീതമ്മ എന്ന് വിളിക്കും. എന്നിട്ട് ഗീതമ്മേ, നീ നല്ല വെളുത്തിട്ടാണ്, ഈ ചെറുക്കം മാത്രമാണ് ഇങ്ങനെ കറുത്തു പോയത്. എൻ്റെ മുന്നിൽ വെച്ചു. അതെനിക്ക് ഭയങ്കര ട്രോമയായിരുന്നു. അത് ഇപ്പോഴും എനിക്ക് ട്രോമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരുമ്പോഴേ, ഈ വീഡിയോയ്ക്ക് വരുന്ന സമയത്ത് മേഘയൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് മുഖം വൈപ്പ് ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ അത്യാവശ്യം ഒരു അരമണിക്കൂർ നേരത്തോളം മേക്കപ്പ് ചെയ്തിട്ട് വരാനുള്ള കാരണം തന്നെ ആ ട്രോമയാണ്. ഈ ചെറിയ വാക്കുകൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോകും. ഈ നിതിരെന്ന് പറയുന്ന പയ്യൻ ഒരിക്കലും മരണത്തിലേക്ക് അവൻ നടന്നു പോയില്ലായിരുന്നു. പക്ഷെ അവൻ അവമാനിക്കപ്പെട്ട 3 അവസരങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന്, അവനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച മാത്രമല്ല, പുഴുത്ത പട്ടി, ആ ഒരു വാക്കിൻ്റെ തീവ്രത എത്രയാണെന്ന് ഇവർക്ക് അറിയില്ല. പുഴുത്ത പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറുമൊരു പ്രയോഗം മാത്രമല്ല, വൃത്തികെട്ട മണമുണ്ടാക്കുന്ന, അടുത്ത് നിർത്താൻ കൊള്ളുകയില്ലാത്ത ഒരു അവസ്ഥയിലുള്ള ജീവിയുടെ അവസ്ഥയാണ് പുഴുത്ത് നാറുന്ന പട്ടി. പട്ടിയുടെ ശരീരത്ത് പുഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത സ്മെല്ലാണ്. അതിനെ അടുത്ത് നിർത്താൻ പറ്റില്ല. ആട്ടിപ്പായിക്കേണ്ട ഗണത്തിൽ വന്നവനെന്നാണ് ഇവർ ഈ പുഴുത്ത പട്ടി എന്ന പ്രയോഗത്തിലൂടെ ആ പയ്യനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് അവൻ്റെ അമ്മയുടെ സർജറി. ഒരമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഒരു മകനുണ്ടാകുന്ന വേദന എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ മക്കളാണ്. നമ്മളെ ഒന്നും അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ടുള്ളതല്ല. നമ്മളൊരു അച്ഛൻ്റെ അമ്മയുടെയും മകനുമായിട്ട് തന്നെ വന്നവരാണ്. ആ വേദന. മൂന്നാമത്തേത്, അവൻ എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും തിരുവനന്തപുരത്ത് ഇങ്ങേക്കോണിൽ നിന്ന് അങ്ങ് കണ്ണൂർ വരേക്കും എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടായിരിക്കും അവൻ ആദ്യമായിട്ട് ആ കോളേജിലേക്ക് വരുന്നത്. സ്വന്തം കുടുംബം വിട്ട് വീട്ടുകാരെ വിട്ട് അവൻ നിൽക്കുന്നു. ആ 3 മാർക്ക് അവന് 300 മാർക്കിൻ്റെ വില ഉണ്ടായിരുന്നിരിക്കാം. അതെ, ഈ അവസരങ്ങൾ, പിന്നെ അവനുണ്ടായിട്ടുള്ള അവൻ്റെ അപമാനങ്ങൾ എന്തായാലും നഷ്ടം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഇവർ അധ്യാപകരല്ല, മരണദൂതരാണ്. ഇവരെ സംഹരിക്കുക തന്നെ വേണമെന്ന് ഞാൻ പറയും. അതെ, കൃത്യമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ്.